വെൽക്കം ബാക്ക്. വളരെ എളുപ്പത്തിൽ ബ്രെഡ് വെച്ച് എങ്ങനെ ലഡു ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ബ്രെഡ് പൊടിയാണ്, അതായത് ബ്രെഡ് ക്രംസ് ആണ്. ഇതൊരു 8-10 ബ്രെഡിൻ്റെ പൊടി ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്ന മെഷർമെൻ്റ് ആണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു 8 അല്ലെങ്കിൽ 10 ബ്രെഡിൻ്റെ പൊടി എടുക്കണം. ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്താൽ മതി. അതുപോലെ തന്നെ ഒരു 3 കപ്പ് തേങ്ങ തിരികിയത്. ഇതിപ്പോൾ 3 കപ്പാണെങ്കിലും ചെറുതായിട്ട് വേണം തിരികിയെടുക്കാൻ. അതുപോലെ ഞാനിപ്പോൾ ഒരു ബോട്ടിൽ കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ബോട്ടിൽ എന്ന് പറയുമ്പോൾ 1 കപ്പാണ് ഉണ്ടാവുക. നമ്മൾ കപ്പ് അളവിലാണ് എടുക്കുന്നതെങ്കിൽ 1 കപ്പ്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് പാൻ ആയിരിക്കും നല്ലത്, അപ്പോൾ അടിയിൽ പിടിക്കാതെ കിട്ടും. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 3 കപ്പ് തേങ്ങ, 3 കപ്പ് കോക്കനട്ട് ഇട്ട് കൊടുക്കണം. ഇനി നന്നായിട്ട് നമ്മളിപ്പം നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ കോക്കനട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. നമ്മൾ തേങ്ങ നമ്മൾ തിരികെ എടുക്കുമ്പോൾ തണുത്തിട്ടായിരിക്കും ഇരിക്കുന്നത്. അതൊന്ന് ചൂടാവാൻ വേണ്ടി മാത്രമാണ് വെച്ചിരിക്കുന്നത്. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഏലക്കാപ്പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. ഏലക്ക എല്ലാ ഭാഗത്തും ആകുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തു കഴിഞ്ഞ് ഒന്ന് തേങ്ങ ചൂടായി കിട്ടിയാൽ പിന്നെ അതൊന്ന് കളറൊന്നും ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല. ചൂടായി കിട്ടിയാൽ മതി. ഒന്ന് തേങ്ങയുടെ എല്ലാ ഭാഗവും ചൂടായെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. ഇപ്പം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ചേർക്കുവാണ്. ഞാൻ പറയുന്നത് പോലെ തന്നെ അതുപോലെ തന്നെ ഫോളോ ചെയ്ത് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് ശരിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്താൽ പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഇളക്കാൻ. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇനി ഒന്ന് ചൂടായി കിട്ടണം. തിളച്ചൊന്നും വരണ്ട, ചൂടായാൽ മാത്രം മതി. ചൂടാവുന്നവരെ നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയും കണ്ടൻസ്ഡ് മിൽക്കും ചേർന്നിട്ടുള്ള ഒരു കൂട്ട് ഇതുപോലെ റെഡിയായി കിട്ടും. ഇനി ഇതിലേക്ക് നമ്മുടെ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ കുറച്ചായിട്ടാണ് ഇടുന്നത്. ആദ്യം കുറച്ച് ഒരു കപ്പോളം ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് മിക്സാക്കി പിടിപ്പിക്കണം. അതിനുശേഷം വീണ്ടും കുറച്ചുകൂടെ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് ഇടുവാണെങ്കിൽ ഇത് ഒരിക്കലും നന്നായിട്ട് മിക്സായിട്ട് കിട്ടത്തില്ല. അപ്പോൾ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ പല തവണകളായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കി പിടിപ്പിക്കണം. അപ്പം നിങ്ങൾക്കിത് ഇളക്കുമ്പോൾ അറിയാൻ പറ്റും വെള്ളം കൂടുതലുണ്ടോ എന്ന്. വെള്ളം കൂടുതലാണെങ്കിൽ വീണ്ടും കുറച്ചുകൂടെ ബ്രെഡ് പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒന്ന് കയ്യിലിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പരുവം അത് ആവുന്നത് വരെ ബ്രെഡ് പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ പറഞ്ഞ അതേ അളവിലാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ എല്ലാം അതുപോലെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇതിപ്പം ചെറിയ ഫ്ലെയിമിൽ തന്നെയാണ്, ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് എന്തായാലും ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനിൽ ആയിട്ടുണ്ട്. അങ്ങനെ ഒരു കണ്ടീഷനിലായി എല്ലാം നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ അങ്ങനെ ആയി വന്നിട്ടുണ്ട്. എല്ലാം കൂടി നല്ല ഒട്ടിപ്പിടിക്കുന്ന ഒരു കണ്ടീഷനായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നട്ട്സൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ അങ്ങ് ആവും. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല. വേണമെങ്കിൽ പിന്നെ ഫിക്സ് ചെയ്താലും മതി. അങ്ങനെ വേണം. ഇടയ്ക്കിടയ്ക്ക് ഈ നട്ട്സ് കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് മിക്സ് ചെയ്യാം. ഇപ്പം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഭയങ്കര ചൂടോടെ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒന്ന് തണുക്കണം. നന്നായിട്ട് തണുക്കേണ്ട ആവശ്യമില്ല. ചെറിയ ചൂട്, നമ്മളെ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ചെറിയ ചൂടാവുമ്പോൾ നമുക്കിതുപോലെ കയ്യിൽ നെയ്യ് അല്ലെങ്കിൽ ഓയിൽ നന്നായിട്ട് തടവിയതിന് ശേഷം ഒരു ലഡുവിൻ്റെ വലിപ്പത്തിൽ എടുത്ത് നന്നായിട്ട് നല്ല ടൈറ്റായിട്ട് ഉരുട്ടിയെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് നല്ല ഒരു സ്റ്റിക്കി ആയിട്ടായിരിക്കും ഇത് ഇരിക്കുന്നത്. അപ്പം നല്ല ടൈറ്റായിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നല്ല ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് ഞാനിത്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ബോൾസാക്കി എടുക്കണം. നമുക്ക് വേണമെങ്കിൽ ഇനി ഇതിലേക്ക് നട്ട്സോ അല്ലെങ്കിൽ റേസിൻസോ വെച്ച് കൊടുക്കാം. ഞാനിപ്പം വെക്കുന്ന ഉണക്കമുന്തിരിയാണ്. ഇതുപോലെ മുകളിൽ ഓരോ ഉണക്കമുന്തിരി വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഓരോ കാഷ്യൂനട്ടോ ബദാമോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിൽ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ അതുപോലെ എല്ലാം ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ബ്രെഡ് ലഡു ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.